ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളിത് ഐഷനെ കൊണ്ടേ ആദ്യം സ്റ്റാൻഡിൽ വിട്ടു. എന്നെ എന്നിട്ട് പിന്നെയാണ് കൊണ്ടുപോയി വിടുന്നത്. കാരണം അവൾക്ക് ആദ്യം ചെല്ലണം, അവളുടേതാണ് ഫസ്റ്റ് എത്തുക. പിന്നെ എനിക്ക് ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കി എന്ത് സുന്ദരിയായിട്ട് ഒരുങ്ങി തെളിഞ്ഞ് വന്നതാണ്. നിങ്ങൾക്ക് ത്രൂ ഔട്ട് വീഡിയോ കാണാൻ പറ്റും അലങ്കോലം ആയിക്കൊണ്ടിരിക്കുന്നത്. പാപ്പച്ചനെ കൊല്ലാൻ കൊണ്ടുവന്ന പോലെയാണ് കൊണ്ടുവന്നത്. പക്ഷേ പാപ്പനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ബസ് പിടിച്ചു. ബസ്സിൽ കയറി നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു ഗൈസ്. കാരണം ഫുള്ള് മറ്റേ മൂടിക്കിടക്കുന്ന മഴ, പിന്നെ മഞ്ഞ്, ആ ഒരു വൈബായിരുന്നു ഗൈസ്. പക്ഷേ ആദ്യം തുടക്കത്തെ വൈബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു. കാരണം നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഫുള്ള് ഷട്ടർ ഇട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടിയായിരുന്നു. നമ്മൾ തൊടുപുഴ എത്തിയിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ കടയിൽ കയറി അരിപ്പൊടി കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. കാപ്പി കുടിക്കണം എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. ബിക്കോസ് ഐ ഹംഗ്രി. ഈ ഒരു ഒറ്റ പരിപ്പോടെ കഴിച്ചാൽ മതി, വേറെ ഒന്നും കഴിക്കരുത് കഥീതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. എങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്ന് ചോദിച്ച പാടെ തന്നെ ചാടി കയറി ആ ചേട്ടൻ എന്നൊരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ആയതുകൊണ്ടാണ് ഞാൻ മണിച്ചത്. കാരണം അല്ലെങ്കിൽ എനിക്ക് ആ സ്ക്വാഷ് ഇല്ലേ, അതെനിക്കിഷ്ടമല്ല. ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുഞ്ചേ പോകണമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഞാൻ കുഞ്ചായിലോട്ടേക്ക് പോയി. നോർമലി ഇവിടുത്തെ ഗ്രേവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഷെഫുകൾ തമ്മിൽ അടിയായിരുന്നു തോന്നുന്നു. കറിക്ക് ഒരു വികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമേ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ അങ്ങോട്ടേക്ക് ഇതിനെ അപ്പോൾ നല്ല കേട്ടോ പറയാറ്, അത് കലക്കിച്ചുട്ടെന്നാണ് പറയാറ്. പക്ഷേ ഇവരിങ്ങോട്ട് ഇതിനെ അപ്പോൾ എന്നാണ് പറയാറ്. പിന്നെ മേടിച്ച് പോയത് കൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഒരു 4:30 ആയപ്പം വിശന്നപ്പോൾ എണ്ണീച്ചപ്പോൾ ഉള്ളതാണ്. അതേ ടോപ്പ് അതേ ജോഗറും ഇട്ടിട്ട് നമ്മൾ ഗ്രിൽ ലഞ്ചറിലേക്ക് പോയി. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഒരു ഷെസ്വാൻ നൂഡിൽസ് ഓർഡർ ചെയ്ത്. കാരണം വിശന്നിട്ട് അണ്ടക്കാർ തെറി വിളിക്കുകയായിരുന്നു ഗൈസ്. അതുപോലത്തെ ഒരു അവസ്ഥയിലോട്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മൊത്തം തീർക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മളിത് പാഴ്സലാക്കി എടുക്കേണ്ടി വന്നു. പിന്നെ ഷെസ്വാൻ നൂഡിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രില്ലാഞ്ചലിലായിരുന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല, മോശം പറയാനും ഇല്ല, എന്നാൽ വേവെന്ന് പറയാനായിട്ടുള്ളതും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ ഇത് കഴിച്ചതിന് ശേഷം അവിടെ പൈസയൊക്കെ കൊടുത്ത് പാഴ്സലാക്കി കൊണ്ടുപോകും നമ്മുടെ റൂംമേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ രാത്രി പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇത് തന്നെ കുറച്ച് ഓവറായി എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. ഞാൻ ജീവിതം മടുത്തു ഗൈസ്, ക്ഷീണിച്ചു. ഇന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വരെയാണ് ഗൈസ്. ഇപ്പം എനിക്കാണെങ്കിൽ മറ്റേ നമ്മൾ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് കാരണം അങ്ങോട്ട് വിശക്കണമില്ല. സോ പ്രോബബ്ലി ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നതായിരിക്കത്തില്ല. എന്തിന് പൈസ കളയണം പറയൂ. വിശക്കുന്നില്ലെങ്കിൽ കഴിക്കരുത്, അതാണ് എൻ്റെ മോട്ടോ ഗൈസ്. വിശന്നാൽ നല്ലപോലെ കഴിക്കുക, വിശപ്പില്ലെങ്കിൽ കഴിക്കുകയേ ചെയ്യില്ല, അതാണ് എൻ്റെ മോട്ടോ. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റിയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ കേട്ടോ. എന്തിനാ വെറുതെ കുത്തിത്തിരികെ കഴിക്കേണ്ട ആവശ്യം, വേണമെങ്കിൽ കഴിച്ചാൽ മതി. വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഭക്ഷണം. അപ്പോൾ അതാണ് അത്. നമുക്ക് നാളെ ഇതില്ല, ഇതിപ്പം ക്ലാസ് ഒന്നുമില്ല. ഇപ്പം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ലീവ് തന്നിരിക്കുകയാണ് ചെയ്യും. എക്സാം ലീവ് തന്നിരിക്കുകയാണ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ തേഴ്സ്ഡേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യും, അതാണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട.